അന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ പാടത്തും ഒക്കെ ഈ തൊടിയിലൊക്കെ ഭയങ്കര ചൂടല്ലേ. പാത്രങ്ങളില് ഈ കലത്തില് മൺകലത്തില് ചിന്നുവാണെങ്കിൽ ചിരട്ടയിൽ പോലും കൊണ്ട് വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കുമായിരുന്നു. മക്കളെ ചൂടല്ലേ. എല്ലാം ഈ പാടങ്ങളൊക്കെ ഈ കുളങ്ങളൊക്കെ വറ്റി വരളുമല്ലോ. അപ്പൊ ഈ പക്ഷികൾക്കൊന്നും വെള്ളമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. അല്ല ഇപ്പോഴും ആൾക്കാർ ടെറസിലൊക്കെ വെക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇതൊരു ചൂടാണ്. ചൂട് കൂടി കൂടി വരെയല്ലേ. ഒരു രക്ഷയില്ല. തന്നെ മോരൊക്കെ കലക്കി കുടിക്കണം ഈ സമയത്ത്. തണ്ണിമത്തനൊക്കെ കഴിയും. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കുളിക്കണം. എന്തുണ്ട് വീട്ടിൽ പോയിട്ട് വിശേഷമൊക്കെ? ഓ എന്ത് വിശേഷം. അമ്മയ്ക്ക് ഒടുക്കത്തെ പരാതി. കൊറേ നാളായില്ലേ ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട്. നമ്മുടെ ജോലി തിരക്കൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും മനസ്സിലാവില്ലെന്ന്. നമ്മുടെ തിരക്കും കാര്യം അവർ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ പറ്റും. കംപ്ലൈന്റ് വീട്ടിൽ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്കൊരു പണിയില്ലെന്ന് എന്തോന്ന് പറയണത്. ഓ പിന്നെ വീട്ടിൽ ഇരിക്കുന്നവരങ്ങ് മല മറിക്കുകയല്ലേ. വീട്ടിലിരിക്കുന്നവർക്ക് തന്നെയാണ് മല മറിക്കണ പണിയുള്ളത്. എന്തോന്നിത്? ഓ അതൊക്കെ പോട്ടെ. കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിലൊക്കെ പോയല്ലേ രാവിലെ? ഞാനും അമ്മയെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി. ഞാൻ തിരിച്ചിങ്ങോട്ട് പുറപ്പെട്ടു. അമ്മ കരച്ചിലോട് കരച്ചിൽ. ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല സ്ഥലം ഇപ്പൊ വന്ന് കേറിയതേ. അല്ല പറഞ്ഞില്ല, കരഞ്ഞാലും പറഞ്ഞില്ല. അല്ല അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും. ഇതിനകത്ത് കൊറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. എന്തുണ്ട് എന്റെ ഇത്? ഇതില് കൊറേ സാധനമുണ്ട്. പക്ഷെ ഒരെണ്ണം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. സ്പെഷ്യൽ ഐറ്റോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെന്താണ്? അതെന്താന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ഊഹിച്ചു പറയണം. റിങ്കി മോള് പറ. സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാ. മാമ്പഴം. മാമ്പഴം അല്ല. ഇനി രവിയേട്ട പറ. ക്ലൂ എന്ന് വെച്ചാൽ നല്ല നാടൻ ഐറ്റമാണ്. കേരളീയമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചുപിള്ളേർക്കും വയസ്സായവർക്കും ഒക്കെ ഇഷ്ടമാണ്. പപ്പായ. പപ്പായ രവിയേട്ട പറ. നാടൻ ഐറ്റം പിള്ളേർക്കും വയസ്സായവർക്കും ഒക്കെ ഇഷ്ടം. അതെ, ഈ കെമിക്കലും ഒന്നും കീടനാശിനി ഒന്നും അടിക്കാത്ത നല്ല നാടൻ നേന്ത്രക്കായ. അല്ല. ഇനി മണിക്കുട്ടി പറ. പാത്രത്തിലായിരിക്കുന്നല്ലേ? നല്ല കപ്പ മീനുമായിരിക്കും. അയ്യേ അതല്ല. ഇനി മാക്കു പറ. മാക്കുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അല്ല മാക്കുവിനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. നന്നായിട്ട് ആലോചിക്കും. കിട്ടിയാ? ഇല്ല. കിട്ടി. ഈ വലിയ പോരട്ടെ. ചക്ക അല്ല, പക്ഷേ ഏകദേശം അടുത്തെത്തി. ചക്കയുടെ അകത്തുള്ള ചക്കക്കുരു ചുട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം അടുത്തെത്തി. ഇപ്പൊ പിടി കിട്ടി. ചക്കയുടെ അകത്തുള്ള ചക്ക കുഞ്ഞു തോരൻ. അല്ല. അല്ലല്ല അളിയ, ചക്കയാണല്ലോ. ചക്കയ്ക്ക് അകവെത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ചക്കയുടെ ചുള വെച്ചുള്ള ചക്കവരട്ടി. അടിപൊളി ഡിയർ. ചേട്ടന് ചക്ക വരട്ടി ഇഷ്ടമാണെന്ന് ശ്രീകുട്ടിക്ക് എങ്ങനെ അറിയാം? അല്ല അത് പിന്നെ ചക്ക വരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ ഇഷ്ടമല്ലേ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതെ റിങ്കി മോളെ ഒരു സ്പൂൺ എടുത്തോണ്ട് വാ. എടുത്തിട്ട് പെട്ടെന്ന് വാ. വേണ്ട ഇതിനകത്ത് സ്പൂണുണ്ട്. അത് മറന്നുപോയി. എന്റെ അമ്മ ഇതൊക്കെ ഓർത്തു വെക്കും. ഞാൻ ബസ്സിലെങ്ങാനും ഇരുന്ന് കഴിച്ചാലോന്ന് വെച്ചിട്ടാ. കഴിക്കാനുള്ള സാധനം ആദ്യം ആർക്ക് വേണം? ആദ്യം എനിക്ക്. കൊച്ചുകുട്ടിക്ക് എന്നെ കൊടുക്കാം. അതെ. രണ്ടാമതാർക്ക് അണ്ണന്. ചേട്ടാ കുറച്ചെനിക്ക് ഷുഗറൊക്കെ കൂടും. അടിപൊളി. എനിക്ക് കുറച്ചുകൂടി വേണം.
ഇവിടത്തെ കാരണവരല്ലേ. വേണോ അണ്ണന് വേണോ കുറച്ചുകൂടെ? ഞാൻ ഇച്ചിരി കഴിക്കട്ടെ. അല്ല മണിക്ക് ഇത് വേണ്ട. മണി വേണ്ട കശുമോള് കഴിക്കും. അയ്യോ മണിക്കുട്ടി അങ്ങനെ പറയല്ലേ. അയ്യോ ആഗ്രഹമുള്ളവരൊക്കെ കഴിക്കട്ടെ, ഇഷ്ടമുള്ള കൊതിയുള്ളവരൊക്കെ കഴിക്കട്ടെ. അങ്ങനെ പറയല്ലേ. വേണ്ട. അവൾക്ക് വേണ്ട എന്നാ പിന്നെ നമുക്ക് എടുക്കാം. കളയല്ലേ മണി ഭയങ്കര കൊതിയനാണല്ലോ. ചക്ക പണ്ടു തന്നെ എനിക്കിഷ്ടമാണ്. എല്ലാരും കഴിച്ചിട്ട് ആ പാത്രം ഇങ്ങ് തരണേ. എനിക്ക് കാണാം. നല്ല ടേസ്റ്റ്. മണിക്കുട്ടി ശരി ശരി. ഞാൻ പിന്നെ വരാം, എനിക്ക് കുറെ പണിയുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കിയതാണോ? ആണോ? അയ്യോ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി വീട്ടിലെ ഗ്യാസ് തീർന്നു. വേണോ കുറച്ചുകൂടെ? ഇവിടെ ആ മതി. ഇതാ എത്ര നാളെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഓൺ ചെയ്ത് ഓൺലൈനിൽ കൂടെ വരുത്തി ചക്കയൊക്കെ കിട്ടിയാ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ. നീ ചക്ക ഉണ്ട്. അതെ ഞങ്ങളുടെ ഓഫീസിലെ സുമലതയുടെ വീട്ടിൽ ചക്ക ഉണ്ട്. ആ സുമലയുടെ വീട്ടിൽ ചക്ക കാണും. അതെയോ? അപ്പൊ ഇതും പറഞ്ഞോണ്ട് സുമലയുടെ വീട്ടിലൊരു പോകാനൊരു ഇത് അവിടെ ആയല്ലോ. പോണ്ടളിയാ, വിളിച്ചു പറഞ്ഞാൽ മതി, അവള് കൊടുത്തോളും. അല്ല എന്നാലും അത് ശരിയായ കാര്യമല്ലേ. ഇത്ര ഒരു ചക്ക നമ്മളൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ വീട്ടിൽ പോയി വാങ്ങിക്കും. എന്തിന്? അല്ലെങ്കിൽ അവള് ബാങ്കിൽ വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞാലേ വരും, കൊണ്ടുവരും. കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ്. മതി മതി. ഇതാ കൊതിച്ചാണ് അവള്. പിന്നെ ഞാൻ പോയിട്ട് വട്ടെ, മണിയാ നോക്കട്ടെ. അണ്ണന് ഞാൻ വേറെ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ കാണിച്ചു തരാം. ഇതിനകത്തുണ്ട്, അവരോട് പറയണ്ട കേട്ടോ, അമ്മ തന്നു വിട്ടതാ. രാത്രിയാകുമ്പോ നമുക്ക് തിന്നാം. അപ്പത്തേക്ക് വളിച്ചു പോവും. ചക്കപ്പുഴുക്ക. ചക്കപ്പുഴുക്കും കടുമാങ്ങയും കൂടെ കഴിക്കാം. ഇച്ചിരി മീൻകറിയും കൂടെ ആയാലോ? കുഴപ്പമില്ല. ടേസ്റ്റ് എന്നറിയോ? ഓ ഒരു രക്ഷയില്ല. തീർത്താ? തീർത്ത് തീർത്ത് ഒരു തുള്ളി ബാക്കിയില്ല. ആ അമ്മയ്ക്ക് വേണ്ടി ഇത്തിരി മാറ്റി വെക്കണം എന്നുള്ള തോന്നല് വന്നാ? അമ്മയല്ലേ പറഞ്ഞു വേണ്ടാന്ന്. ഇതൊക്കെ മടുത്ത് അങ്ങനെ ഇങ്ങനെ. ഒരാള് വേണ്ടാന്ന് പറഞ്ഞാലും ഒരു സാധനം വീട്ടിലെല്ലാരും കൂടി ഷെയർ കഴിക്കുമ്പോ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചെറിയൊരു പങ്ക് മാറ്റി വെക്കണം എന്ന് ഇതുവരെ അറിഞ്ഞൂടെ? കണ്ടപ്പോ അപ്പൊ കൊതി വന്നല്ലേ? ഒരു കൊതിയും ഇല്ല. പിന്നെ അതെന്റെ മാന്യതയാണ്, അതിന്റെ ഒരു രീതിയാണ് അങ്ങനെ മാറ്റി വെക്കണം എന്നുള്ളത്. ആ ചെയ്തില്ലല്ലോ. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും കഴിച്ചു. നല്ല സ്വാദം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്വാദം ഉണ്ടായിരുന്നു പറഞ്ഞോണ്ടിരുന്ന വരിക്കച്ചക്ക വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കണം ഇതുപോലെ. അത്രയ്ക്ക് സ്വാദം. ഓ രക്ഷയില്ല, പെട്ടെന്ന് തീർന്നു ഈ സാധനം. അച്ഛനോട് പറയാം. അച്ഛനോട് അച്ഛനും മക്കളും കൂടെ ഉണ്ടാക്കിയാൽ മതി. എന്തോ എന്നെ വിളിക്കണ്ടത് അച്ഛനോട് പറയുന്നത് അമ്മ ഭയങ്കര കലിപ്പ്. എന്തിന്? ചക്ക വേണ്ട, ചക്ക വരട്ടി വേണ്ടെന്നാണല്ലോ പറഞ്ഞ അവിടെ വെച്ചിട്ട്. ഇപ്പൊ ഞാൻ അത് നമ്മളെല്ലാരും കൂടെ കഴിച്ചില്ലേ? കഴിച്ചപ്പോ ഇപ്പൊ അമ്മയ്ക്ക് എന്താ കൊടുക്കാത്തേന്ന് ചോദിച്ചിട്ട് പരാതി. മണി അത് ആകെ ഇച്ചിരിയല്ലേ ഉള്ളൂ. ആ കുട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ ഉള്ളൂ. ഇവയേട്ടൻ കൂടുതൽ ന്യായീകരിക്കണ്ട. ബാക്കിയൊന്നും തരാത്ത ഫുള്ളും കടിച്ച് കയറ്റിയല്ല. ഇനി ഒന്നും പറയണ്ട. എന്തോന്ന് മണി നീ ഇങ്ങനെ? മണി എങ്ങനെ മണിയുടെ കുറ്റമായിപ്പോ? അല്ല എന്തോ അല്ലയാ? ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. മാമാ ചക്ക വരട്ടി വേണ്ടാന്ന് പറഞ്ഞ് അവിടെ വെച്ച് കിടന്ന് ഡയലോഗ് അടിച്ചില്ലേ അമ്മ? ഇപ്പൊ നമ്മള് കഴിച്ചപ്പോ ഒരു കൊതി. അയ്യേ കൊതിയൊന്നുമില്ല, ഒരു കൊതിയില്ല. ഇപ്പോഴും അതന്നെ പറഞ്ഞ വേണ്ടെന്ന് അപ്പോഴേ പറഞ്ഞാ പോരായിരുന്നു, നിനക്ക് കുടിച്ചിട്ട് തരത്തില്ലായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അല്ല മണിക്കുട്ടിക്ക് ഇത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ കൊണ്ടുവരത്തില്ലായിരുന്നു. അയ്യോ വേണ്ടിയിരുന്നില്ല. എനിക്ക് ചക്ക വരട്ടിട്ട് ഒരു താല്പര്യമില്ല. ഞാൻ കുറെ കഴിച്ചെടുത്താ. അതെ ചേട്ടനോട് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എത്ര പ്ലാവ് ഉണ്ടായിരുന്നു. ഉള്ള ചക്ക മൊത്തം എടുത്തിട്ട് വരട്ടി ഭരണിയിലാക്കി വെക്കും. വർഷം മുഴുവൻ ചക്ക വരട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് കഴിച്ച് അല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞ ഒരു വേണ ഉള്ളത്. ഇതെല്ലാം കൂടെ വാരി കഴിച്ചിട്ടാ ഹോസ്പിറ്റലായി വയറിളക്കത്തിൽ. അതല്ല ഞാൻ പറയട്ടെ മണി, ഇപ്പൊ മാങ്ങ നമ്മൾ കൊച്ചുനാളിൽ മാങ്ങ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. പച്ച മാങ്ങ നമ്മൾ എന്തുമാത്രം കഴിച്ചിട്ടുണ്ട്. കണ്ണി മാങ്ങ, ഉപ്പു മാങ്ങ, പഴുത്ത മാങ്ങ ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരാൾ കൊണ്ടൊന്ന് മാങ്ങ കഴിക്കാനേ നമുക്ക് കൊതി വരില്ല. അളിയന് തോന്നുമായിരിക്കും, പക്ഷെ നമുക്ക് കൊതി വരത്തില്ല. എന്തോന്ന് മണിക്കൂട്ടാ, നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഒരാള് മാങ്ങ കൊണ്ടുവന്ന് ഉപ്പുമായിട്ട് കഴിക്കാനേ നമുക്ക് കൊതി വരൂലേ?
അത് വരും. അതായത് നമ്മള് നല്ല പുളിയുള്ള പച്ചമാങ്ങയൊക്കെ ഇങ്ങോട്ട് എടുത്ത് പിച്ചാത്തി എടുത്ത് അവനെ അങ്ങോട്ട് കിച്ചി 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 അങ്ങോട്ട് പുളിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇങ്ങനെ ഇടണം. അത് ഇച്ചിരി മുളക് പൊടി ഇങ്ങനെ ഇട്ട് പിന്നെ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് താളിക്കണം. താളിച്ചിട്ട് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് വായി വെച്ച് അങ്ങോട്ട് തിന്ന് കഴിഞ്ഞാൽ അമ്മയുടെ വായിൽ ഇതാ കപ്പലോടി നോക്കി കുടിനീരെടുക്കുന്നുണ്ടോ? ഇത്രയും കോതി ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ കഴിക്കില്ലായിരുന്നു. അത് മാങ്ങയോടുള്ള ചക്കവരട്ടിയുടെ ഒരു താല്പര്യവും ഇല്ല ഇപ്പോഴത്തെ. അത് നിനക്ക് ആഗ്രഹമുണ്ടോ? അതൊന്നും അല്ല ചേട്ടാ. ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോ എല്ലാവരുടെ അടുത്തും ഒരേപോലെ കാണിക്കണ്ടേ? ചില ആൾക്കാരെ മാറ്റി നിർത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീകുട്ടി വീട്ടിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരുമല്ലോ. ആ പിള്ളേർക്ക് പുറത്ത് കൊടുക്കും, മണിക്കുട്ടൻ ചേട്ടന് തരും, രവിയായിട്ട് കൊടുക്കും. പക്ഷെ എനിക്ക് മാത്രം തരൂല. ഞാൻ അവിടെ അവിടെ നിൽക്കുന്നുള്ള ഭാവം പോലും ഉണ്ടാവില്ല മുഖത്ത്. ഇങ്ങനെ കൊതിക്കറിവ് പറഞ്ഞാലോ? ദേ മണിക്കുട്ടി, അങ്ങനെയാണെങ്കിൽ എനിക്കും പലതും പറയേണ്ടി വരും കേട്ടോ. ഞാനും ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഞാനും പലതും ശ്രദ്ധിക്കുന്നതാ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. കൂടുതൽ പറയിപ്പിക്കാനല്ല, മൊത്തം പറഞ്ഞല്ലേ മനസ്സിലായി. പറയാൻ സൗകര്യമില്ല. എന്ത് കാണിച്ചു എന്നാ പറയണേ? സ്വയം ചിന്തിച്ചു നോക്കും. അല്ല ശ്രീകുട്ടി ഇതെന്തോന്ന് പറഞ്ഞിട്ട് പോയത്? ഇതെന്തോന്ന് പറഞ്ഞിട്ട് പോയത്? അല്ലാതെ സ്വയം ചിന്തിച്ചു നോക്കാൻ പറഞ്ഞിട്ടാ. സ്വയം ചിന്തിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാലോ ഞാൻ എങ്ങനെ പെരുമാറുന്നെന്ന്. എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു പറയും. ഇതെന്തോന്ന്? എല്ലാ അളിയന്റെ കുറ്റം. അളിയൻ എന്തിനാ ഈ പച്ചമാങ്ങയുടെ കാര്യം പറയാൻ പോയത്? പച്ചമാങ്ങ അല്ലേ അതിനിടെ കൊണ്ടുവന്ന് പച്ചമാങ്ങ പൂളുന്ന തിന്നുന്ന കാര്യമൊക്കെ അതായത് ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം. അതൊക്കെ ആലോചിക്കണം. മാങ്ങയല്ല, അവള് ചക്കവരട്ടിയുടെ കാര്യമാണ്. ചക്കവരട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരിക. അതിനിടെ മാങ്ങ എന്തിനാ, ചക്കയുടെ എന്തിനാ അളിയൻ മാങ്ങ അളിയനല്ലേ പറഞ്ഞത് മാങ്ങ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണമെന്നൊക്കെ. ഓ, ഇവിടെ എല്ലാ അവസാനം എന്റെ തലയെ കൊണ്ടുവന്ന് വെക്കും. ഞാനേ ഒരു കാര്യം ചെയ്യാം. സുമലതയുടെ വീട്ടിൽ ചക്കയുണ്ട്, അവിടെ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഇപ്പൊ പോയി ചെന്ന് പറഞ്ഞാൽ മതി. സുമലതയുടെ വീട്ടിൽ പോയി എടുക്കാൻ പോകും. സുമലതയുടെ നീ പറയണ്ട, ഞാൻ രാംകുമാർ സാറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞോളാം. ശ്രീകുട്ടി അവിടെ നിന്നേ, ഒരു കാര്യം പറയട്ടെ. അവിടെ നിൽക്കല്ലേ പറഞ്ഞേ. ഒരു പോലീസുകാരെ പിടിച്ചു നിർത്താനൊക്കെ എനിക്കറിയാം. ഒരു കാര്യം വിഷയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി. എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല, സമയവുമില്ല. അങ്ങനെ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞു പോയാലോ? എന്താ പറഞ്ഞ ഭക്ഷണത്തിന്റെ കാര്യം? എന്നെ പറ്റി ആരോപണം നടത്തിയിട്ട് പോയത്. അപ്പൊ എന്താ കാര്യം എനിക്കറിയണം. എന്നാ ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ വന്ന ദിവസം മുതലേ ശ്രദ്ധിക്കുന്നതാ. ഇവിടെ ഭക്ഷണം വിളമ്പുമ്പോ വീട്ടുകാർക്ക് ഒരു തരത്തില്, പേയിങ് ഗസ്റ്റിന് വേറെ തരത്തില്. ഞാൻ ഇതൊന്നും കണ്ട് ശീലിച്ചിട്ടില്ല. ഇത് ശരിയായ നടപടിയല്ല. ദൈവത്തിന് നിരക്കാത്ത കാര്യം പറയരുത്. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ആരോടും ചെയ്തിട്ടില്ല. എന്റെ വീട്ടിൽ എന്റെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ ഞാൻ ശ്രീകുട്ടിക്ക് തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്റെ കുടുംബത്തിലെ പാരമ്പര്യം എന്താ അറിയോ? വരുന്നവർക്ക് മനസ്സ് നിറച്ച് അറിഞ്ഞ് ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ്. അല്ലാതെ പിശുക്കും അല്ലെങ്കിൽ കണ്ടതുപോലെ ഒന്നും വിളമ്പുന്ന രീതിയൊന്നും അല്ല. പറയാൻ എന്തെങ്കിലുമൊക്കെ. അതെ, ശ്രീകുട്ടി തെറ്റിദ്ധരിച്ചതാണ്. മണി അങ്ങനെയല്ല. മണി ആർക്ക് എന്ത് കൊടുത്താലും, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തില് സന്തോഷത്തോടെയും മനസ്സ് നിറഞ്ഞേ കൊടുക്കുള്ളൂ. ആർക്കായിരുന്നാലും ശ്രീകുട്ടി തെറ്റിദ്ധരിച്ചതാണ്. അതെ, സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു തന്നെയാ കൊടുക്കുന്നത്. പക്ഷെ എന്നോട് മാത്രം വേർതിരിവ് കാണിക്കുന്നു. അത് ഞാൻ ആദ്യത്തെ ദിവസം പോലെ ശ്രദ്ധിക്കുന്നതാ. മനസാക്ഷിയെ തൊട്ട് പറയണം. ഭക്ഷണ കാര്യമാണ് പറയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ വെറുതെ പറയരുത്. അതെ, അങ്ങനെ ചെയ്യില്ല മണിക്കുട്ടി, ചെയ്യില്ല ശ്രീകുട്ടി. ഒരു കാര്യം ചെയ്യാം. ഇനി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ തോന്നിയതിൽ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ അടുത്ത ഭക്ഷണം മുതൽ ഇവിടെ എല്ലാം എന്റെ മക്കൾക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും ശ്രീകുട്ടിക്കാണെങ്കിലും ഒരേ അളവിൽ ഹോട്ടലിലൊക്കെ ഭക്ഷണം ഒരു പോർഷൻ മേടിക്കുമ്പോൾ കിട്ടില്ലേ, അതുപോലെ അളന്ന് മുറിച്ച് തരാം. പോട്ടെ, സമാധാനമാവുമല്ലോ. അളന്ന് മുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ദിവസം ചിക്കനും മട്ടൻ ഫ്രൈയും ഒക്കെ അല്ലേ. ഓ, അതില്ലാത്ത പ്രശ്നമാണോ? ഈ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നോ അത് മതി എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഇവിടെ വന്നത്. ഓക്കെ, ഇനി അതൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷേ ഇവിടെ വരുന്ന താമസിക്കുന്ന എന്റെ ബഡ്ജറ്റ് നമുക്ക് റിവൈസ് ചെയ്ത് ഞാൻ ഇതും കൊടുക്കാം. പോരെ? ബഡ്ജറ്റ് റിവൈസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇതിലും കൂടുതലൊന്നും ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ നിർത്ത്. അളിയ ഏതെങ്കിലും ബേക്കറി വിളിച്ച് പറഞ്ഞിട്ട് ശരി ചക്കവരട്ടി വാങ്ങിച്ച് പങ്കുകൂടാ. അത് ഞാൻ കൊടുത്തോളാം, അത് കുഴപ്പമില്ല. ചേട്ടൻ എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചേക്കുന്നേ? ചേട്ടൻ അറിയുന്നുള്ളൂ ചക്കവരട്ടിയുടെ എനിക്ക് കൊതി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എത്ര കഴിച്ചാണ് നമ്മള് കഴിച്ചാൽ എത്ര ചക്കവരട്ടി ആരെങ്കിലും കഴിച്ചു? കുറെ ദിവസമായിട്ട് ഞാൻ ഇത് കാണുക. രണ്ടിനെയും കൂടെ വഴക്ക്. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് പറഞ്ഞല്ലോ. മണി നീ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാണ്. പറഞ്ഞു എങ്ങോട്ട് കയറി പോകുന്ന രണ്ടുപേരും. അത് ഭക്ഷണ കാര്യത്തിൽ ഇന്ന് വരെ ഈ വീട്ടിലല്ലേ ഒരു വീട്ടിലും ഇങ്ങനെ ഉണ്ടാവാറില്ല. തർക്കം. ഞാൻ അവിടെ പോയി, ഞാൻ എന്ത് ചെയ്തു?
ഇതാ രാമനും അളിയനും കൂടെ അല്ലേ ഇങ്ങനത്തെ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? കിടില. അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് നിൽക്കൂലായിരുന്നു. നീ ഇതെന്ത് ഭാഷ ഇവിടെ കുത്തിയിരിക്കുന്നു? പെങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എന്നോട് സംസാരിക്കണ്ട. എടി അതെ, അവക്കെന്ന് പറഞ്ഞാൽ ഒരു 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 കഥയുള്ള പെങ്കൊച്ചല്ല എന്റെ പെങ്ങള്. മൂക്കത്താശുണ്ടി. അല്ല, നിന്നെ ഒന്നും ഇഷ്ടമില്ല എന്നിട്ടല്ല, അറിയാവോ? അതെ, നിങ്ങൾക്കല്ലേലും പണ്ടും നിങ്ങളുടെ പെങ്ങളെ നിങ്ങളുടെ അച്ഛനെ മതി, എന്നെ വേണ്ടല്ലോ. എടി അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ, ഇതിപ്പോ മാറിയില്ലേ? പക്ഷെ സ്വഭാവം ആരുടെയും മാറിയിട്ടില്ലല്ലോ. നിനക്കിപ്പോ എന്തുവാ വേണ്ടത്? താണ്ട, അവക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് അറിയണം, അത് മതിയല്ലോ. മതി. അതിനൊരു മാർഗമുണ്ട്. എന്ത് മാർഗം? നീ ഒന്ന് വീഴണം. ഞാൻ വീഴാനോ? അല്ല, അങ്ങനെ വീഴണ്ട, വീഴുന്നതായിട്ട് അഭിനയിക്കണം. എന്നിട്ട് അപ്പം നീ വീഴുന്നതായിട്ട് നീ അഭിനയിക്കുന്ന സമയത്ത് നീ വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾ ഓടി വന്ന് നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ച് കിടത്തും. നിങ്ങളുടെ പെങ്ങളല്ലേ? അല്ല, സത്യമായിട്ടും നീ നോക്കിക്കോ, നിന്നോട് അവക്കുള്ള സ്നേഹം അപ്പം നിനക്കറിയും. തവണ ഞാൻ ക്ഷമിച്ചു. പിടിക്കൊന്നും വേണ്ട. ഒന്നും ഉണ്ടാക്കിയില്ലേ? നീ വിശന്നിട്ട് വയ്യാന്ന്. നാക്കില്ലേ? അതെ, ഈ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നുമില്ലേ? ഭക്ഷണമൊന്നുമില്ല. അല്ല, ഞാൻ പച്ചവെള്ളം കുടിച്ച് കിടക്കാനല്ല മാസം പൈസ എണ്ണി തരുന്നത്. ഈ വീട്ടിൽ എന്തുണ്ടാക്കുന്നോ അത് മതി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ വീട്ടിലൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തോ കഴിക്കും? വല്ല സ്വിഗ്ഗി വല്ല ഓർഡർ ചെയ്ത് കഴിച്ചാൽ മതി. ഓർഡർ ചെയ്ത് തരണം, അതാണല്ലോ മര്യാദ. നോക്കിയിരുന്നു കിട്ടും. ശരി, ഓർഡർ ചെയ്താലേ കഴിക്കാൻ എനിക്കറിയാം. ശ്രീകുട്ടി വീട് വാ, പിടിക്ക്. അയ്യോ അളിയാ, ഞാനെങ്ങനെ വിളിക്കുന്നത്? അയ്യോ ശ്രീകുട്ടി, എന്ത് പറ്റി? മോളെ പിടി. അളിയാ വാ. മണി 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 പണിക്കുട്ടി, ശ്രീകുട്ടി. അളിയാ, അതെ, ഇവിടെ നടു വിരിച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. അല്ല, ആശുപത്രി കൊണ്ടുപോണ്ട. ഞാൻ ഇച്ചിരി എണ്ണ ഇട്ട. മേളോട്ട് വാ മണിക്കുട്ടി, പറയാം. മേളോട്ട് കയറി റൂമിൽ ശ്രദ്ധിക്കണ്ടേ നടക്കുമ്പോഴൊക്കെ. അളിയാ, ഇവിടുന്ന് ഉണ്ടാക്കിയില്ലയോ? ഒന്നുമില്ലെന്നേ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എനിക്ക് വിശക്കണം മാമ. ആകെ 2 സ്പൂൺ ചക്കവരട്ടി കഴിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ചക്കവരട്ടി ആയാലും നമ്മളിപ്പോ പട്ടിണിയായി. പിന്നെ ശ്രീകുട്ടിയെ വയ്യ കിടക്കല്ലേ, അവളോട് വല്ലതും കൊടുക്കണ്ടേ? അതൊക്കെ കൊടുക്കണം. അവളെന്ത് ചെയ്യും? മണിക്കുട്ടി എന്ത് ചെയ്യും? അമ്മ ഇവിടെ ഒന്നും കാണാനില്ല. അളിയാ, ഈ ശ്രീകുട്ടിയെ മേളിൽ കാല് വയ്യാതെ കിടക്കല്ലേ, നമുക്കേ പോയി നോക്കാം. അത് വേണ്ട, കുഴപ്പമില്ല. അവക്ക് അവളിവിടെ കിടന്നു. എന്തോ അളിയാ, നമ്മുടെ വീട്ടിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. വാ അളിയ, വാ വാ. അതിന് വല്ലതും പറ്റിയ ഒന്നാമത് അത് വേദന എടുത്ത് കിടക്കുന്നു, അതിനൊക്കെ പട്ടിണിയും കൂടി. എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? എനിക്കേ ഒരു സഹോദരി വേണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? ശ്രീകുട്ടി വന്നപ്പോ ശരിക്കും പറഞ്ഞ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. സത്യം? അതെ, പ്രായമൊക്കെ ആയതിനു ശേഷം എനിക്കൊരു സഹോദരിയെ കിട്ടിയ പോലെ. എനിക്കും ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുസൃതിയൊക്കെ ഒപ്പിക്കണത് കേട്ടാ. പക്ഷെ കുസൃതി ഒപ്പിക്കുമ്പോഴേ നാത്തൂനെ കാണാൻ ഇച്ചിരി സൗന്ദര്യം കൂടുതലാ.
ഞാൻ കഴിച്ചോളാം. ഞാൻ തരാം. പിന്നുണ്ടല്ലോ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുവോ? ഒരിക്കലുമില്ല. ഇവിടെയുള്ള വേറെ ആരെ പറഞ്ഞു വിട്ടാലും ശരി, ശ്രീകുട്ടിയെ ഞാൻ പറഞ്ഞു വിടത്തില്ല. സത്യം സത്യം. അളിയ ഞാൻ ഇതെന്തോ കാണുന്നത്, ഇവരൊന്നായ അല്ല മാമാ, ഇതിലെവിടെ മാമന്റെ ഐഡിയ? എടി ഇതിന്റെ ആകെ മൊത്തം ടോട്ടൽ ഐഡിയ എന്റെതാ.